ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 വർഷത്തിലെ ദീപാവലിക്ക് റിലീസ് ചെയ്ത തമിഴ് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ദീപാവലി. അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളോട് ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് ഇക്കാലയളവിൽ റിലീസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ചിത്രങ്ങളും കേരളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു സീസണാണ് ദീപാവലി. 95 ദീപാവലിക്ക് ആകെ 6 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. സൂപ്പർ താരങ്ങളായ രജനീകാന്തും കമലഹാസനും കൂടാതെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ശരത് കുമാറും ഇളയ ദളപതി വിജയും മാറ്റുരച്ച 95 ദീപാവലി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. ദീപാവലിയോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ആദ്യത്തെ തമിഴ് ചിത്രമായിരുന്നു ഒക്ടോബർ 23 തിയേറ്ററുകളിലെത്തിയ വിജയ് നായകനായി എത്തിയ ചന്ദ്രലേഖ. ഒരു റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം നമ്പിരാജനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. വിജയുടെ അക്കാലത്തെ റൊമാൻറ്റിക് ഹീറോ ഇമേജിന് ചേരുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയ ഈ ചിത്രം രണ്ട് മതങ്ങളിൽപ്പെട്ട നായകന്റെയും നായികയുടെയും റൊമാൻറ്റിക് ലവ് സ്റ്റോറി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഏറെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം എന്നാൽ മറ്റ് വമ്പൻ ചിത്രങ്ങളുടെയിൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ല. വിജയ്ക്ക് അക്കാലത്ത് വലിയ ഹിറ്റുകളൊന്നും ഇല്ലായിരുന്നതും ചിത്രത്തിന്റെ വിജയത്തിനെ ബാധിച്ചു. വനിതാ വിജയകുമാർ നായികയായെത്തിയ ഈ ചിത്രത്തിൽ മലയാളി താരം സിന്ധുവും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. ശരത് ബാബു, ജയ്ശങ്കർ, പൊന്നമ്പലം, വടിവേലു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച എല്ലാ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. 95 ദീപാവലിക്ക് പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഒക്ടോബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ കമലഹാസൻ അർജുൻ ടീമിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം കുരുതിപ്പുനൽ. ഈ ചിത്രം ക്യാമറമാൻ PC ശ്രീറാമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ മികച്ച ആക്ഷൻ ത്രില്ലറായി കുരുതിപ്പുനൽ കമലഹാസന്റെ മികച്ച അഭിനയം കൊണ്ടാണ് ഏറെ ശ്രദ്ധ നേടിയത്. അർജുനും തനിക്ക് ലഭിച്ച റോൾ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഗൗതമി, ഗീത, നാസർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഡോൾബി സ്റ്റീരിയോ സറൗണ്ട് സിസ്റ്റത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ തമിഴ് ചിത്രം കൂടിയായിരുന്നു കുരുതിപ്പുനൽ. 94 ഹിന്ദിയിൽ ഇറങ്ങിയ ദ്രോഹകാൽ എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു കുരുതിപ്പുനൽ. ക്രിട്ടിക്കലായും കൊമേഴ്സ്യലായും ഒരേപോലെ വിജയം നേടിയെടുത്ത കുരുതിപ്പുനൽ അക്കാലത്ത് കേരളത്തിലും മികച്ച വിജയമാണ് നേടിയെടുത്തത്. സൂപ്പർ സ്റ്റാറ്റസ് ആയിരുന്നു ഈ ചിത്രം നേടിയത്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മഹേഷ് മഹാദേവനായിരുന്നു. 95 ദീപാവലിക്ക് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ രജനീകാന്തിന്റെ മുത്തു. ഈ ചിത്രം KS രവികുമാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കവിതാലയുടെ ബാനറിൽ K ബാലചന്ദ്രൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. 94 കേരളക്കടയിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ മോഹൻലാലിന്റെ തേന്മാമൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ റീമേക്കായ മുത്തു തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു അക്കാലത്ത് നേടിയെടുത്തത്. AR റഹ്മാന്റെ മാസ്മരിക സംഗീതത്തിന്റെ പിൻബലത്തിൽ കുടുംബ പ്രേക്ഷകരുടെ മികച്ച പിന്തുണയിൽ പ്രമുഖ കേന്ദ്രങ്ങളിൽ 200-ാം ദിവസത്തിനോടടുത്ത് പ്രദർശിപ്പിച്ച മുത്തു അതുകൊണ്ട് തന്നെ രജനീകാന്തിന്റെ കാരിയറിൽ മികച്ച മൈലേജാണ് അക്കാലത്ത് നേടിക്കൊടുത്തത്. ശരത് ബാബു, രാധാരവി, സെന്തിൽ, വടിവേലു, ജയഭാരതി, ശുഭശ്രീ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ദീപാവലിക്കിറങ്ങിയ മറ്റെല്ലാ ചിത്രങ്ങളെയും പിന്തള്ളിയാണ് വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. 95 ദീപാവലിക്ക് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 23 എന്ന തിയേറ്ററുകളിലെത്തിയ ശരത് കുമാർ നായകനായ രഹസ്യ പോലീസ്. RS ഇലവരശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ബിഗ് ബഡ്ജറ്റിൽ അണിയിച്ചൊരുക്കിയ ഒരു ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഏറെ ഹൈപ്പോടെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ല. അതുകൊണ്ട് തന്നെ രഹസ്യ പോലീസ് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ശരത് കുമാറിന്റെ നായികയായി നഗ്മ എത്തിയ ഈ ചിത്രത്തിൽ രാധിക, ആനന്ദ് രാജ്, ഗൗണ്ടമണി, ദേവൻ, സെന്തിൽ, ബിനു ചക്രവർത്തി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബോളിവുഡ് സംഗീത സംവിധായകരായ ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീത സംവിധാനം നിർവഹിച്ച നിരവധി ഗാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഈ ചിത്രത്തിന്റെ ഗാനരംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ശരത് കുമാറിനും ഈ ചിത്രത്തിന്റെ പരാജയം ഏറെ തിരിച്ചടിയായി. 95 ദീപാവലിക്ക് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി നായകനായെത്തിയ മക്കൾ ആഴ്ചി. ഈ ചിത്രം
വെറ്ററൻ ഡയറക്ടർ RK ശെൽവമണിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പൊളിറ്റിക്കൽ ഫാമിലി എൻ്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ മക്കൾ ആഴ്ചയിൽ രഞ്ജിതയും റോജയുമായിരുന്നു നായികമാരായി എത്തിയത്. തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ ചിത്രങ്ങൾക്ക് മികച്ച മൈലേജ് നേടിക്കൊടുത്ത മക്കളാഴ്ചി അതുകൊണ്ട് തന്നെ മികച്ച വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. സൂപ്പർ വിജയം കൈവരിച്ച ഈ ചിത്രത്തിൻ്റെ വിജയം മമ്മൂട്ടിക്കും 95-ൽ ഏറെ നേട്ടമായി. ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ലിവിങ്സ്റ്റൺ, ആനന്ദ് രാജ്, മൻസൂർ അലിഖാൻ, രാധാ രവി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ആരതി ഇന്റർനാഷണൽ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ 100 ദിവസത്തിന് മുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. 95 ദീപാവലിയോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ഒക്ടോബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ നീലക്കുയിൽ. പാണ്ഡ്യരാജൻ നായകനായി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് മലയാളിയായ ആലപ്പി അഷ്റഫ് ആയിരുന്നു. 86-ൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു നീലക്കുയിൽ. രാജശ്രീ നായികയായി എത്തിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു നീലക്കുയിൽ. മനോരമ, രാധാരവി, വടിവേലു, സെന്തിൽ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ഹാരിസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ആകെ സമ്മർദ്ദം നോക്കുമ്പോൾ 95 ദീപാവലിക്ക് പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തികമായ വിജയം കൈവരിച്ചു, 3 ചിത്രങ്ങൾ പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. ഇതിൽ മുത്തു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ കുരുതിപ്പുന്നലും മക്കളാഴ്ചയും സൂപ്പർ സ്റ്റാറ്റസ് നേടി. രഹസ്യ പോലീസ്, ചന്ദ്രലേഖ, നീലക്കുയിൽ എന്നീ ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇളയരാജ 2 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ AR റഹ്മാൻ 1 ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചു. ഇത്രയുമാണ് 1995-ൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.